യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നമ്മളെ സ്നേഹത്തോടെ വിളിച്ചതിന്, ആ ദൈവപരിപാലനയിലായിരിക്കുന്നതിന് ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ആ ദൈവനാമം എപ്പോഴും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23 അധ്യായം 1 തിരുവചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദാവീദ് പ്രവാചകനിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ പരിപാലന എന്തായിരിക്കും, ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരിക്കും എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം ആണ് 23 സങ്കീർത്തനം. എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എൻ്റെ ജീവിതം എത്ര വഴിമുട്ടി നിൽക്കുന്നതാണേലും, ആ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റണമെങ്കിൽ നിറഞ്ഞ മനസ്സോടെ, ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ 23 സങ്കീർത്തനം നിങ്ങൾ ചൊല്ലുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ആരാണ് എന്നെ നയിക്കുന്നത് എന്നുള്ള വ്യക്തമായ സാക്ഷ്യത്തിലൂടെയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ. അവിടെ വേറെ ഒരു സംശയവുമില്ല. ഒരു സംശയവും നിലനിൽക്കാതെ വിശ്വാസത്തോടെ ഒരു വ്യക്തി പറയുകയാണ്, എന്നെ നടത്തുന്നത്, എൻ്റെ വഴികാട്ടിയായി എന്നെ മുന്നേ നടത്തുന്നത് കർത്താവാണ്. ആ കർത്താവിനെ നോക്കി ഞാൻ നടന്നാൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, എനിക്ക് മരണം സംഭവിക്കുന്ന രീതിയിലാണ് എൻ്റെ ജീവിതമെങ്കിൽ പോലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തെക്കുറിച്ച്, എന്നെ പരിപാലിക്കുന്ന, എന്നെ മുന്നോട്ട് നടത്തുന്ന ദൈവത്തെക്കുറിച്ച് നിനക്ക് ഈ വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ ആർക്കും തകർക്കുവാൻ സാധിക്കുകയില്ല. ആ കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവ് നന്മയുള്ളവന്, കരുണയുള്ളവന്, സ്നേഹമുള്ളവന്. അത് മുഴുവനും നിനക്ക് അനുഭവിക്കണമെങ്കിൽ നിന്റെ നേതാവായി, നിന്റെ വഴികാട്ടിയായി, നിന്റെ ഇടയനായി ദൈവത്തെ നീ സ്വീകരിച്ചാൽ മതി. ആ കർത്താവിനെ നീ പിന്തുടർന്നാൽ മതി. നീ ഏതാശയങ്ങളിലുള്ളവനാണേലും നിന്നെ നയിക്കുന്നത് കർത്താവായ ദൈവമാണെങ്കിൽ
ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും. നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ കയ്യിലെടുത്ത് ഈ സത്യവേദ പുസ്തകത്തിലൂടെ കർത്താവായ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന, ദൈവത്തെ അനുഗമിച്ചാൽ നിനക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നീ വചനം കയ്യിലെടുത്ത് ഉറക്കെ വായിച്ചാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ശക്തമായ ഈ സങ്കീർത്തനം നമുക്ക് ദിനം തോറും 9 പ്രാവശ്യം വായിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.